അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ഷെയ്ഖ് അബു അബ്ദുല്ലാ ഹംസ അന്നായിലി ഹഫിളഹുല്ലാഹ് രചിച്ച തൻബീഹുൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിലെ മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ലേഖനത്തിലെ രണ്ടാമത്തെ ലേഖനം തർജുമത്തുൻ മൂജസ ലി മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജീവ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം എന്നതാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാ ഈ ലേഖനത്തിന് നൽകിയിരിക്കുന്ന തലവാചകം. ഈ ലേഖനത്തിൽ ഷെയ്ഖ് ഹഫിളഹുല്ലാ മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏതാനും ചില പ്രത്യേകതകളും മറ്റുമാണ് വിശദീകരിക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളായിലുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമിയും അതുപോലെ തന്നെ ഉസ്മാൻ ലി അബി അല അൽ ഫറ അൽ ഹംബലി ഇങ്ങനെയുള്ള മുൻഗാമികളായ ഉസ്മാൻ ലി അബി അല അൽ ഫറ ഹംബലി അദ്ദേഹം ഹിജറ വർഷം 458 മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം മുതൽ ധാരാളം പണ്ഡിതന്മാർ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തെ പ്രത്യേകം എടുത്ത് രചിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇക്കാലഘട്ടത്തിലെ പ്രമുഖ മുഹദ്ദിസായ മുഹദ്ദിസുൽ മദീന, മദീനയിലെ മുഹദ്ദിസ് എന്നറിയപ്പെടുന്ന അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹഫിളഹുല്ലാ പറയുന്നു, ഇസ്മുഹു വനസബുഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പേരും അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയും. ഹുവ അബു അബ്ദുറഹ്മാൻ മുആവിയ ഇബ്നു അബി സുഫിയാൻ സഖർ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദുശംസ് ഇബ്നു അബ്ദു മനാഫ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സന്തതി പരമ്പരയാണ് അദ്ദേഹം പറയുന്നത്. അബു അബ്ദുറഹ്മാൻ മുആവിയ, അബു അബ്ദുറഹ്മാൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കുനിയത്ത്. നാമം മുആവിയ എന്നതായിരുന്നു. അബു സുഫിയാനിന്റെ മകനായ മുആവിയ, അബു അബ്ദുറഹ്മാൻ, ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. അബു അബ്ദുറഹ്മാൻ മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ. ഇദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര, പിതൃ പരമ്പര അബ്ദുൽ മനാഫിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്നതാണ്. അബ്ദുൽ മനാഫ് എന്ന ആ ജദ്ദിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ പരമ്പര ബന്ധപ്പെടുന്നു. അതുപോലെ തന്നെ ഈ അബ്ദുൽ മനാഫിൽ വെച്ചുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുമായും മുആവിയ റളിയല്ലാഹു അൻഹുവിന് ബന്ധമുണ്ട്. ആ പിതൃ പരമ്പര ഈ ഒരു അബ്ദുൽ മനാഫിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായും അലി റളിയല്ലാഹു അൻഹുമായും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ പരമ്പര ബന്ധപ്പെടുന്നു. മൗലിദുഹു, അദ്ദേഹത്തിന്റെ ജനനം. ഉലിദ ഖബലൽ ബിഅസതി ബിഖംസി സനവാത്തിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് 5 വർഷം മുൻപാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. വതൂഫിയ വഹുവ ഇബ്നു സമാനും വസബഈൻ, അദ്ദേഹത്തിന്റെ മരണം 78 വയസ്സുള്ള ആയപ്പോഴാണ്. 78-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സന സിത്തീനലിൽ ഹിജറ, ഹിജറ വർഷം 60-ലാണ് അദ്ദേഹത്തിന്റെ മരണം. 78 വയസ്സായിരുന്നു ആ സമയത്ത്. വകാനത്ത് വിലായത്തുഹു 19 സന വ3 അഷ്ഹുർ വ27 യൗമൻ, അദ്ദേഹത്തിന്റെ മൊത്തം ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 19 വർഷവും ഇതുപോലെ തന്നെ 3 മാസവും 27 ദിവസവുമായിരുന്നു. ഇനി അബൂഹു, അദ്ദേഹത്തിന്റെ പിതാവ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഹുവ അബൂ സുഫിയാൻ സഖർ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ അൽ ഉമവി. അബൂ സുഫിയാൻ ആയിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. അബൂ സുഫിയാനും
അദ്ദേഹത്തിന്റെ നസബ്, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര അബ്ദു മനാഫിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്നതാണ്. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് മക്കം ഫത്ഹിന്റെ അന്നായിരുന്നു. വകാന മിൻ അഹ്ലിർ റഅയി വശറഫി ഫീഹിം. അദ്ദേഹം അബൂ സുഫിയാൻ മക്കക്കാരിലെ അറിയപ്പെട്ട വലിയൊരു നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളായിരുന്നു. ഷഹിദ ഹുനൈനൻ, അദ്ദേഹം ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹം ധാരാളം യുദ്ധങ്ങളിൽ ഇസ്ലാമിനു വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ അദ്ദേഹം ത്വായിഫ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും അതിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു. ഫഖുലിയാത് ഐനുഹു യൗമഇദിൻ, അന്നേ ദിവസം അദ്ദേഹത്തിന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. സുമ്മ ഖുലിയാത് ഉഖറ യൗമൽ യർമൂക്ക്, പിന്നീട് യർമൂക്ക് യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കണ്ണും നഷ്ടപ്പെട്ടു എന്നാണ്. അഥവാ അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദിൽ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹം അത് സമർപ്പിക്കുകയുണ്ടായി എന്നാണ്. വകാന യൗമഇദിൻ യുഹല്ലിലു അൽ ജിഹാദി, ആ സമയത്ത് അദ്ദേഹം ജിഹാദിനായിക്കൊണ്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഇത് ഇമാം ദഹബി സിയാറു അലാമിൻ നുബലായിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി ഉമ്മുഹു, അദ്ദേഹത്തിന്റെ മാതാവ്, ഹിയ ഹിന്ദ് ബിന്തു ഉത്ബ ഇബ്നു റബിയ. ഹിന്ദ് ബിന്തു ഉത്ബ ആയിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ്. ഈ ഹിന്ദും അദ്ദേഹത്തിന്റെ മാതാവായ ഹിന്ദ് ബിന്തു ഉത്ബയും അബ്ദുമനാഫ് എന്ന ആ ഒരു ജദ്ദിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്ന ആളാണ്. അഥവാ അബ്ദുമനാഫിൽ വെച്ചുകൊണ്ട് ഹിന്ദിന്റെ കുടുംബ പരമ്പരയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയും തമ്മിൽ ബന്ധപ്പെടുന്നു. അസ്ലമത്ത് യൗമൽ ഫത്ഹ് ബഅദ ഇസ്ലാമി സൗജിഹ, അവരുടെ ഭർത്താവിന്റെ ഇസ്ലാം സ്വീകരണത്തോടെ ഹിന്ദും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. വകാനത്ത് മിൻ ഉഖലാഇ നിസാഇ, അവർ സ്ത്രീകളിൽ തന്നെ അറിയപ്പെട്ട ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു എന്നാണ്. ഇത് ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ ഹിന്ദിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞതാണ്. ഇനി ഇസ്ലാമുഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത സ്വീകരണം, അദ്ദേഹം മുസ്ലിം ആയതെപ്പോഴാണ് എന്നാണ് ഷെയ്ഖ് വിശദീകരിക്കുന്നത്. കാല മുആവിയ റളിയല്ലാഹു അൻഹു, ആ ചരിത്രം മുആവിയ റളിയല്ലാഹു അൻഹു തന്നെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാന യൗമൽ ഹുദൈബിയ വസദ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബൈത്തി. ഹുദൈബിയ ദിവസം മക്കാ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സന്ധിയിലാവുകയും ഒരിക്കലും ഉംറ ചെയ്യുവാനോ മറ്റോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈത്തുൽ ഹറാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു. വകതബു ബൈനഹുമുൽ ഖളിയ, അങ്ങനെ അവർ തമ്മിൽ ഒരു കരാറിലെത്തി. ആ എത്തിയ സന്ദർഭത്തിൽ തന്നെ വഖഅൽ ഇസ്ലാമു ഫീ ഖൽബി, ഇസ്ലാമിന് എന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു ആ സംഭവത്തിൽ നിന്ന്. അഥവാ അദ്ദേഹം ആ സംഭവത്തോട് കൂടിയിട്ടാണ് ഇസ്ലാമിനെ കുറിച്ചിട്ട് കൂടുതൽ ആകർഷനാവുന്നതും ഇസ്ലാമിനോട് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നുന്നതും. ഫദക്കർതു ലി ഉമ്മി, ഞാനപ്പോൾ എന്റെ മാതാവായ ഹിന്ദിനോട് അതിനെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു, അതിനെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഫഖാലത്ത്, അപ്പോ ഹിന്ദ് പറഞ്ഞു, മാതാവായ ഹിന്ദ് പറഞ്ഞു, ഇയ്യാക അൻ തുഖാലിഫ അബാക, നീ ഒരിക്കലും നിന്റെ പിതാവിനെ ധിക്കരിക്കരുത് എന്ന് പറഞ്ഞു. അതായത് പിതാവായ അബൂ സുഫിയാൻ അന്ന് മക്കാ മുശ്രിക്കുകളുടെ പ്രധാന നേതാവാണ്. അപ്പോ പിതാവിനെ അങ്ങനെ ധിക്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മകനെ ഉപദേശിച്ചു. ഫഅഖ്ഫൈതു ഇസ്ലാമി, അപ്പോ ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ഇസ്ലാം സ്വീകരണത്തെ മറച്ചു വെച്ചു. ഞാൻ എന്റെ ഇസ്ലാമിനോടുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഞാൻ മറച്ചു വെച്ചു. ഫവല്ലാഹി ലഖദ് റഹല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഹുദൈബിയ വ ഇന്നി മുസദ്ദിഖുൻ ബിഹി. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്നുള്ളത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന കാര്യം അംഗീകരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ വിട്ടുപോയതെന്നാണ്. അഥവാ ആ സമയത്ത് തന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. വദഖല മക്ക,
അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് പ്രവേശിച്ചു. എന്തിനു വേണ്ടി? ഉംറത്തുൽ ഖളിയ്യ, അഥവാ ആദ്യവട്ടം ഉംറയിൽ നിന്ന് മുസ്ലിങ്ങളെ തടഞ്ഞപ്പോ ഹിജ്റ 7-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉംറ നിർവഹിച്ചിട്ടുണ്ട്. ആ ഉംറത്തുൽ ഖളിയ്യ ചെയ്യുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് വഅന മുസ്ലിമുൻ, ഞാൻ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇത് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറു അഅലാമിൻ നുബലായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി സുഹുദുഹു, അദ്ദേഹത്തിന്റെ വിരക്തി, അഥവാ അദ്ദേഹത്തിന് ദുനിയാവിനോട് കാണിച്ചിരുന്ന വിരക്തി. ലഖദ് കാന റളിയല്ലാഹു അൻഹു മിൻ സുഹാദി സഹാബ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ തന്നെ ഏറ്റവും സുഹദ് കൊണ്ട്, ദുനിയാവിനോട് വിരക്തി കൊണ്ട് അറിയപ്പെട്ട ഒരാളായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അലി ഇബ്നു അബി ഹംല യിലേക്ക് ചേർത്തിക്കൊണ്ട് സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അദ്ദേഹത്തിന്റെ അലി ഇബ്നു അബി ഹംല അദ്ദേഹം പറയുകയാണ്, റഅയ്തു മുആവിയ അലൽ മിമ്പർ, ഒരിക്കൽ മുആവിയെ ഞാൻ മിമ്പറിൽ കണ്ടു. ബി ദമസ്കസിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. യഖ്തുബുന്നാസ്, അദ്ദേഹം ജനങ്ങളോട് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വഅലൈഹി സൗബുൻ മർഖൂ, പക്ഷെ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം ഒരു തുന്നിക്കെട്ടിയ വസ്ത്രമായിരുന്നു, അഥവാ കീറിക്കൊണ്ട് അത് നമ്മുടെ കണ്ടം വെച്ച് തുന്നുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ തുന്നിക്കെട്ടിയ ഒരു വസ്ത്രമിട്ടിട്ടായിരുന്നു അദ്ദേഹം ഖുതുബ പറഞ്ഞിരുന്നതെന്നാണ്. അത് നമുക്കറിയാം, ദമസ്കസ് ഷാമിലാണ്, അദ്ദേഹം ഷാമിലെ ഭരണാധികാരിയായിരുന്നു, ഷാമിലെ ഗവർണറായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഖുതുബ പറയുന്ന സമയത്ത് ഇദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം കണ്ടത്, ഒരു ഗവർണർ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്നുള്ളത് തുന്നിക്കെട്ടിയ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഖുതുബ പറഞ്ഞിരുന്നതെന്നാണ്. ഇത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ സുഹദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇമാം ഔസാഇയുടെ ഷെയ്ഖായിട്ടുള്ള, പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖായിട്ടുള്ള യൂനിസ് ഇബ്നു മൈസർ അസ്-സാഹിദ് എന്ന ഒരു ഷെയ്ഖ് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു താബിഴിയാണ്. റഅയ്തു മുആവിയ, ഞാൻ ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഫി സൂഖി ദിമഷ്ക്, ദമസ്കസിലെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടു. വഹുവ മുർദിഫുൻ വസീഫൻ വഅലൈഹി ഖമീസുൻ മർഖൂ അൽ ജൈബ് വയസീറു ഫി അസ്വാഖി ദിമഷ്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വൃത്യനോടൊപ്പം ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രം ആ സമയത്ത് ഇതുപോലെ തന്നെ ഒരു കണ്ടം വെച്ച് തുന്നിക്കെട്ടിയ ഒരു വസ്ത്രമിട്ടിട്ടാണ് അദ്ദേഹം അവിടെ ദമസ്കസിലെ സൂക്കിൽ സഞ്ചരിച്ചിരുന്നെന്നാണ്. അഥവാ അപ്പൊ ഒരു ഗവർണറുടേതായ പ്രത്യേകിച്ച് വലിയ ജാടകൾ ഒന്നും കാണിക്കാതെ, അതായത് അത്രയും ലളിതമായ വസ്ത്രധാരണ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇത് ഇമാം ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിഹായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സുഹദിന്റെ തെളിവായിരുന്നു. അദ്ദേഹം അങ്ങനെ ദുനിയാവിനെ ആഗ്രഹിച്ച ഒരാളായിരുന്നില്ല. നമ്മുടെ പല വിഡ്ഢികളായ ആളുകളും ഇത്തരം ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് അദ്ദേഹം കേവലം ഖിലാഫത്ത് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് മുഅ്മിനീങ്ങളായ ആളുകളോട്, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഅ്മിനീങ്ങളോട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തരാണ്, എത്രമാത്രം വൈരുദ്ധ്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കുന്ന ഒരാൾക്കും തന്നെ അത് പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. ഇനി ഹിൽമുഹു, അദ്ദേഹത്തിന്റെ ഹിൽമ്, അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ച സ്വഭാവം, അദ്ദേഹത്തിന്റെ പക്വതയാർന്ന വിട്ടുവീഴ്ച സ്വഭാവം. ലഖദ് കാന യുളറബു ബി മുആവിയ അൽ മസൽ ഫി ഹിൽമിഹി, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിട്ടുവീഴ്ച സ്വഭാവം അത് അറിയപ്പെട്ടതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഉദാഹരണം പറയാൻ, വിട്ടുവീഴ്ചയ്ക്ക് ഉദാഹരണം പറയാൻ മുആവിയയാണ് സാധാരണ അറബികൾ എടുത്തുദ്ധരിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിന് ഹെൽമു മുആവിയ, മുആവിയയുടെ ഹിൽമ്, മുആവിയയുടെ വിട്ടുവീഴ്ച എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അത്രക്കധികം അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അറിയപ്പെട്ടതാണ്. അതാ ഒരു ഉദാഹരണം കാണിക്കാൻ പറ്റുന്ന നിലക്ക് മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഒരാളായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ചയുടെ കാര്യത്തിൽ എന്നാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാ ഇവിടെ എടുത്തുദ്ധരിക്കുന്ന ഒരു സംഭവം,
വമിമ്മ യർവി ഫി ഹാദൽ ബാബ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യം, അന്ന റജുലൻ അസ്മാ മുആവിയ കലാമൻ സയ്യിഅൻ ഷദീദൻ, ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു കേൾക്കെ തന്നെ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ വളരെ മോശമായി കൊണ്ട് സംസാരിച്ചു. അപ്പോ അത്രയും മോശമായി സംസാരിച്ചപ്പോ ഫഖീല ലി മുആവിയ, ഒരാള് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ ഇയാളെ ചാട്ടവാറ് കൊണ്ടൊന്ന് ഒരു അടി കടിച്ചിരുന്നെങ്കിൽ, അഥവാ അയാളെ ശിക്ഷിച്ചിരുന്നെങ്കിൽ, ഇത്രയും മോശമായിക്കൊണ്ട് താങ്കളെ കുറിച്ച് പരാമർശിച്ചല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഫഖാല, അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇന്നി ലഅസ്തഹി മിനല്ലാഹ് അൻ യുളീഖ ഹിൽമി അൻ ദൻബി അഹദിൻ മിൻ റഈയതി, ഞാൻ അല്ലാഹുവിനെ തൊട്ട് ലജ്ജിക്കുന്നു. ഇന്നി ലഅസ്തഹി മിനല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ തൊട്ടിട്ട് ലജ്ജിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അല്ലാഹു തആല അവന്റെ അടിമകൾ എന്തുമാത്രം അവനെ ധിക്കരിക്കുന്നു, അവൻ പറഞ്ഞ കാര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു. എന്നിട്ടും അല്ലാഹു തആല അവരെ ഉടനടി തന്നെ ശിക്ഷിക്കുന്നില്ല. നേരെ മറിച്ച് ഹെൽമ്, അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും പക്വമായ വിട്ടുവീഴ്ച സ്വഭാവമാണ് അല്ലാഹു തആല കാണിക്കുന്നത്. അപ്പോ അള്ളാഹുവിനെ അള്ളാഹു അത്രക്കധികം വിട്ടുവീഴ്ച കാണിക്കുന്ന ഈ സമയത്ത് എന്റെ ഏതെങ്കിലും ഒരു പ്രജ, എന്റെ അധികാരപരിധിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രജ അയാൾ എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും തീരെ ഒരു വിട്ടുവീഴ്ച സ്വഭാവം കാണിക്കാതെ എടുത്ത വഴിക്ക് അയാളെ ശിക്ഷിക്കുക എന്നത് റബ്ബുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് അള്ളാഹിനെ തൊട്ടിട്ട് ലജ്ജ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ശിക്ഷിക്കുമായിരുന്നെങ്കിൽ അള്ളാഹു ആയിരുന്നു ശിക്ഷിക്കേണ്ടത്. അള്ളാഹു പോലും അങ്ങനെ എടുത്ത് പെട്ടെന്ന് തന്നെ കോപം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി ആരെയും ശിക്ഷിക്കുന്നില്ലല്ലോ. അതുപോലെ ഞാനും ഇയാളെ ശിക്ഷിക്കുന്നില്ല. അങ്ങനെ ഞാൻ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അൽ ബിദായത്ത് വൻ നിഹായിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഉദ്ധരിച്ചതാണ്. അപ്പൊ അദ്ദേഹം ഹിൽമ് കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു, അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച സ്വഭാവത്തിന്റെ ആളായിരുന്നു. അപ്പൊ ഇത്തരം ഒരാൾ ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും അലി റളിയല്ലാഹു അൻഹുവിനോട് ഏതെങ്കിലും ദുർവാശി മൂലമോ ഒന്നുമല്ല അങ്ങനെ ഒരു യുദ്ധം സംഭവിച്ചത്. അതിനുള്ള കാരണങ്ങൾ നമ്മ കഴിഞ്ഞ ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഖിലാഫത്തുഹു, ഈ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത്, ഭരണകാലം എത്രയായിരുന്നു എന്നുള്ളതാണ്. ബായഅഹു ആമത്തുന്നാസി, അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. ഹിജറ 41-ാം വർഷം എല്ലാ ആളുകളും, എമ്പാടും എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. ബഅദമ തനാസല അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് വിട്ടുകൊടുത്തപ്പോ എല്ലാവരും മുആവിയ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു. ഫസുമ്മിയ ഹാദൽ ആം ആമുൽ ജമാഅ, അതുകൊണ്ട് തന്നെ ഈ ഹിജറ വർഷം 41 അത് അറിയപ്പെടുന്നത് ആമുൽ ജമാഅ, ഐക്യത്തിന്റെ വർഷം എന്ന പേരിലാണ്. ലി ഇജ്തിമാഇ കലിമത്തിൽ മുസ്ലിമീന ഫീഹ്, മുസ്ലിങ്ങൾ, കാരണം ആ ഒരു വർഷത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും ഒരൊറ്റ വാക്കിൽ ഒരൊറ്റ ഖലീഫയുടെ കീഴിൽ അണിനിരന്നു. അതുവരെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അതെല്ലാം തീർന്നുകൊണ്ട്, എല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും വീണ്ടും ഒരൊറ്റ ഖലീഫയുടെ കീഴിൽ, ഒരൊറ്റ ഭരണാധികാരിയുടെ, ഒരൊറ്റ രാജാവിന്റെ കീഴിൽ അണിനിരന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു വർഷം ഹിജറ 41 അറിയപ്പെടുന്നത് ആമുൽ ജമാഅ എന്ന പേരിലാണ്. വസ്തമറ മുആവിയ റളിയല്ലാഹു അൻഹു ഫിൽ ഖിലാഫ ഹത്താ വഫാത്തിഹി, മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ തുടർന്നു, അദ്ദേഹത്തിന്റെ മരണം വരെയും അദ്ദേഹം ഖിലാഫത്തിൽ തന്നെ തുടർന്നു. വഫാത്തുഹു സന, അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹം മരിച്ചത് ഹിജറ വർഷം 60-ലാണ്. ഫകാന ബിദാലിക അമീറൻ, അതുകൊണ്ട് തന്നെ അദ്ദേഹം അമീറായിരുന്നു, മുസ്ലിം ഉമ്മത്തിലെ ഒരു ഗവർണറായിട്ട് പ്രവർത്തിച്ചു. ഇശ്റൂന ആമൻ, ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം ഗവർണറായിക്കൊണ്ട് ഒരു അമീറായിട്ട് പ്രവർത്തിച്ചു. വ ഖലീഫത്തൻ, അതുപോലെ തന്നെ 20 വർഷത്തോളം അദ്ദേഹം ഒരു ഖലീഫയായിക്കൊണ്ടും പ്രവർത്തിച്ചു എന്നാണ്. ഇനി ഫളായിലുഹു, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ. ഖദ് ജാഅത് ഫീ ഫളലിഹി അദില്ലത്തുൻ അദീദ വഹിയ അലാ ഖിസ്മൈൻ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന തെളിവുകൾ അത് ധാരാളം വന്നിട്ടുണ്ട്. അവയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം.
ഒന്ന് അദില്ലത്തുൻ ആമ്മ, മൊത്തത്തിലുള്ള തെളിവുകൾ. രണ്ടാമത്തത് അദില്ലത്തുൻ ഖാസ, മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രം പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് വന്ന തെളിവുകൾ. ഒന്നാമത്തത് അദില്ലത്തുൻ ആമ്മ, മൊത്തത്തില് ഉള്ള തെളിവുകൾ, ആമ്മായിട്ടുള്ള തെളിവുകൾ. വഹിയല്ലത്തി ജാഅത് ഫീ ഫളാഇലിസ് സ്വഹാബ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഹാബികളുടെ ഫളല് വ്യക്തമാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാ ശക്ക അന്ന മുആവിയ ദാഖിലുൻ ഫീ ഹാദൽ ഫളൽ, യാതൊരു സംശയവുമില്ല സ്വഹാബികളെ കുറിച്ച് വന്നിട്ടുള്ള എന്തെല്ലാം ഫളലുകൾ ഉള്ള ആയത്തുകളും ഹദീസുകളും ഉണ്ടോ അതിലൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹും പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ്. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം സ്വഹാബികളുടെ ഫളലിനെ കുറിച്ച് വന്ന ആയത്തുകളെയും ഹദീസുകളെയും അദ്ദേഹത്തിന്റെ അൽ മനാറുൽ മുനീഫ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഫമുആവിയ റളിയല്ലാഹു അൻഹു ദാഖിലുൻ ഫീഹി, മുആവിയ റളിയല്ലാഹു അൻഹു അതിൽ പെടും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ അദ്ദേഹത്തെ മുആവിയ റളിയല്ലാഹു അൻഹു അതിൽ പെടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു തെളിവ് പോലും ഒരാൾക്കും തന്നെ ഉദ്ധരിക്കാനില്ല. ഇനി രണ്ടാമത്തെ ഇനം തെളിവുകൾ എന്നുള്ളത് അദില്ലത്തുൻ ഖാസ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള തെളിവുകളാണ്. വമിൻഹാ മാ റവാഹു തിർമിദി ഫീ സുനനിഹി അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബി ഉമൈറ, അതിൽപ്പെട്ടതാണ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയൻ വഹ്ദി ബിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് കേട്ടുവെന്നാണ്. അല്ലാഹു അദ്ദേഹത്തിനെ സന്മാർഗം സ്വീകരിച്ചവനും സന്മാർഗത്തിലേക്ക് വഴി നയിക്കുന്നവനുമാക്കണമേ എന്ന് മുആവിയ റളിയല്ലാഹുവിന് പ്രത്യേകം ഹിദായത്തിനു വേണ്ടി ദുആ ചെയ്തു. അഥവാ അദ്ദേഹത്തിനെ ഹിദായത്തിന്റെ മുൻപന്തിയിൽ തന്നെ നിർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു എന്ന് തിർമിദിയുടെ റിപ്പോർട്ടിൽ കാണാം. ഇത് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയൊക്കെ സ്വഹീഹാണെന്ന് വ്യക്തമാക്കിയ ഹദീസാണ്. ഇനി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2ഓളം ഹദീസുകളാണ് ഷെയ്ഖ് ഹഫിളഹുല്ല ഇവിടെ കൊടുക്കുന്നത്. അതിലൊന്നാമത്തെ ഹദീസ് അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു അലഅബു മഅ സിബിയാനി ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതവാറൈതു ഖൽഫ ബാബിൻ. ഒരിക്കൽ ഞാൻ കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും പ്രായം കുറഞ്ഞ സഹാബികളിൽപ്പെട്ട ആളാണല്ലോ. അപ്പൊ അദ്ദേഹം കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹം ഒരു വാതിലിന് പിന്നിലേക്ക് മാറി നിന്നു. കാല ഫജാഅ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് വദഅലി മുആവിയ, നീ പോയിട്ട് മുആവിയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി. കാല ഫജിഅതു ഫഖുൽതു ഹുവ യഅകുൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി വന്നിട്ട് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കാല സുമ്മ ഖാല ലി ഇദ്ഹബ് വദഅലി മുആവിയ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നീ പോ മുആവിയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഹുവ യഅകുൽ, മുആവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഷ്ബഅ അല്ലാഹു ബത്നഹു, അല്ലാഹുവേ ഒരിക്കലും അവന്റെ അല്ലാഹു തആല വയറ് നിറക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളല് പറയാൻ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇമാം മുസ്ലിം. ഇത് മുആവിയ റളിയല്ലാഹുവിന്റെ ഫളലാണ് ഇമാം മുസ്ലിം ഈ ഒരു ഹദീസ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് എങ്ങനെയാണ് ഇതൊരു ഫളലായിട്ട് മാറുന്നത് എന്നുള്ളത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച 2ാമത്തെ ഹദീസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2ാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്.
അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കേട്ട്, അല്ലാഹുമ്മ ഫഅയ്യുമാ അബ്ദിൻ മുഅ്മിനിൻ സബബ്തുഹു ഫജഅൽ ദാലിക ലഹു ഖുർബതൻ ഇലൈക യൗമൽ ഖിയാമ. അല്ലാഹുവേ, ഏതൊരു മുഅ്മിനുമുണ്ടോ ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും പദപ്രയോഗങ്ങൾ അവനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ ഫജഅൽ ദാലിക ലഹു ഖുർബതൻ ഇലൈക യൗമൽ ഖിയാമ, അവയെല്ലാം തന്നെ നാളെ പരലോകത്ത് കൂടുതൽ പ്രതിഫലങ്ങളായിക്കൊണ്ട്, അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന പ്രതിഫലങ്ങളായിക്കൊണ്ട് എന്റെ ആ ചീത്തയെയും എന്റെ അത്തരം വാക്കുകളെയൊക്കെ നീ അവർക്ക് മാറ്റിക്കൊടുക്കണമേ, അഥവാ അതിന് പകരമായിട്ട് പ്രതിഫലം നൽകണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. ഇത് ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്നു, അൽ ഇമാം മുസ്ലിം റവൽ ഹദീസൈനി ഫി ബാബിൻ വാഹിദ്. ഈ രണ്ട് ഹദീസുകളെയും ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത് ഒരൊറ്റ ബാബിലാണ്. അപ്പൊ അദ്ദേഹം എന്താണ് ഇമാം മുസ്ലിം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? വകഅന്നഹു ജഅലൽ ഹദീസൽ അവ്വൽ മഅൽ ഹദീസ് الثاني فضيلة عظيمة لخال المؤمنين മുആവിയ റളിയല്ലാഹു അൻഹു. യഥാർത്ഥത്തില് ഇമാം മുസ്ലിം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആദ്യം പറഞ്ഞ ഹദീസ്, ആ ഹദീസ് എന്നുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളിലിനെ തെളിയിക്കുന്നതാണ്. രണ്ടാമത്തെ ഹദീസുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളിലാണ് വർദ്ധിപ്പിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രാർത്ഥനയല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാം മുസ്ലിം ഈ രണ്ട് ഹദീസുകളെയും ഒരൊറ്റ ബാബിൽ കൊണ്ടുവന്നത്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് കൊണ്ടുവന്നത് എന്നാണ്. ഇവിടെ ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, ഖദ് ഫഹിമ മുസ്ലിം റഹിമഹുല്ല, ഇമാം മുസ്ലിം റഹിമഹുല്ല മനസ്സിലാക്കിയത് മിൻ ഹാദൽ ഹദീസി അന്ന മുആവിയ ലം യകുൻ മുസ്തഹിഖൻ ലിദ്ദുആഇ അലൈഹി. ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരെ പ്രാർത്ഥിക്കാൻ തക്ക വിധത്തിലുള്ള ഒരാളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും എതിരെ പ്രാർത്ഥിച്ച ഒരാളല്ല മുആവിയ റളിയല്ലാഹു അൻഹു. ഫലിഹാദ അദ്ഖലഹു ഫി ഹാദൽ ബാബ്. അതുകൊണ്ടാണ് ഈ ഒരു ദുആഇനെ കുറിച്ച് പറയുന്ന ഹദീസിന്റെ ബാബിൽ ഈ രണ്ട് ഹദീസുകളെയും ഇമാം മുസ്ലിം ഒരുമിച്ച് പരാമർശിച്ചത്. വജഅല മിൻ മനാഖിബി മുആവിയ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസുകളെയും വെച്ചുകൊണ്ട് അതിലൊന്നാമത്തെ ഹദീസ്, അഥവാ അദ്ദേഹത്തിന്റെ വയറിനെ ഒരിക്കലും അല്ലാഹു തആല നിറക്കാതിരിക്കട്ടെ എന്ന ഹദീസിനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളിലിനെ കുറിക്കാനാണ് ഇമാം മുസ്ലിം എടുത്തുദ്ധരിച്ചത്. അദ്ദേഹം അപ്രകാരമാണ് മനസ്സിലാക്കിയതെന്ന് ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ പറയുകയാണ്. ഇവിടെ സാധാരണ ഉണ്ടാകാറുള്ള ഒരു സംശയം, ലാ അഷ്ബ അല്ലാഹു ബത്നഹു എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്താണ്? ഒരിക്കലും വയറ് നിറക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഉള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ടോ എതിരെ പ്രാർത്ഥിച്ചതല്ല എന്നുള്ളതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളതല്ല എന്ന് ഉലമാക്കൾ എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അപ്പോ ശേഷം വന്നുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹുവ യഅകുൽ, അദ്ദേഹം ഭക്ഷണം കഴിക്കുക എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വ്യക്തമല്ല. മുആവിയ ചില റാഫിലുകളായ ആളുകൾ പറയും, കണ്ടില്ല മുആവിയ റളിയല്ലാഹു അൻഹു നബിനെ ധിക്കരിച്ച്, നബിനോട് പോലൊരു അദബില്ല, നബി വിളിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു, ഭക്ഷണപ്രിയനായിരുന്നു, നബിക്ക് മറുപടി നൽകിയില്ല എന്നൊക്കെ ചില റാഫിലുകള് വിഡ്ഢികള് പറയാറുണ്ട്. പക്ഷെ ഈ ഹദീസിൽ ഒരിക്കലും അങ്ങനെ ഒരു ആശയം കിട്ടുന്നില്ല. നേരെ മറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നാം മുന്നേ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു ചെറിയ കുട്ടിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ അദ്ദേഹം കാണുന്നത് ഭക്ഷണം കഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ ഒരിക്കലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല ഞാൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞില്ല, നബി വിളിക്കുന്നു എന്ന് പറഞ്ഞു എന്നൊന്നും പറയുന്നില്ല. അദ്ദേഹം ചെന്നപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ നേരെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. ഇദ്ദേഹം കുട്ടിയാണല്ലോ. അപ്പൊ ഇവിടെ ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു എന്നത് അറിഞ്ഞു എന്നൊന്നും ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം പോയി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ കണ്ടപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിക്കാന്ന് അറിയിച്ചു എന്നത് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ലാ അഷ്ബ അല്ലാഹു ബത്നഹു, അദ്ദേഹത്തിന്റെ വയറൊരിക്കലും അല്ലാഹു തആല നിറക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ള കോപ നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണോ? അല്ല എന്നുള്ളതാണ്
നബി സല്ലല്ലാഹു അലൈഹി ഉലമാക്കള് വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു പ്രയോഗമാണെന്നാണ്, അറബിയിലുള്ള പ്രയോഗമാണ്. ചിലത് അറബികൾ ഇങ്ങനെ ചില പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അത് ഒരു അറബി എന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നടത്തിയിട്ടുണ്ട്. ഏതുപോലെ വൈഹക്ക എന്നൊക്കെ നബി സല്ലല്ലാഹു പല ഹദീസുകളിലും കാണാം. നിനക്ക് നാശം എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ സകലത്തുക ഉമ്മുക്ക യാ മുആദ് എന്നൊക്കെ നമ്മൾ പല ഹദീസുകളിലും കണ്ടിട്ടുണ്ടല്ലോ. ഇത്തരം ചില പ്രയോഗങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ അതിന്റെ ഭാഷാർത്ഥ പ്രകാരം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു എതിരെയുള്ള പ്രാർത്ഥനയൊക്കെയായിട്ട് തോന്നാമെങ്കിൽ ഇത് സാധാരണ അറബികൾ പ്രയോഗിക്കുന്നത് ഒരു പ്രയോഗമാണെന്നാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ വൈലക്ക വൈഹക്ക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പലപ്പോഴായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഒരാൾക്കെതിരെ കോപം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് തന്നെ ആവണമെന്നില്ല. ചില സമയത്ത് അറബികളുടെ ഒരു പ്രയോഗം എന്നുള്ള നിലക്ക് പ്രയോഗിക്കാറുണ്ട്. എന്നാൽ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയം തോന്നി. അഥവാ എന്റെ സംസാരത്തിനിടക്കും ഇത്തരം അറബികൾ പ്രയോഗിക്കാറുള്ള ഇത്തരം പ്രയോഗം എന്നുള്ള നിലക്ക് എന്റെ സംസാരത്തിന്റെ ഇടക്കും വരാറുണ്ടല്ലോ ഇത്തരം പദപ്രയോഗങ്ങൾ. അപ്പൊ അതൊക്കെ ഇനി ആരോടാണ് ഞാനത് പറഞ്ഞത്, അവർക്കെതിരെയുള്ള ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്ക് അള്ളാഹു താല എടുക്കുമോ എന്ന ഭയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച് ഈ ഹദീസിൽ പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചതെന്നാണ്. അല്ലാഹുമ്മ ഫഅയ്യുമ അബ്ദിൻ മുഅ്മിനിൻ സബബ്തുഹു ഫജഅൽ ദാലിക ലഹു ഖുർബതൻ ഇലൈക യൗമൽ ഖിയാമ. അല്ലാഹു ഏതെങ്കിലും ഒരു മുഅ്മിനെ ഞാൻ അറിയാതെ ഏതെങ്കിലും നിലക്ക് ഇത്തരം പദപ്രയോഗങ്ങൾ മൂലമോ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നീ ഒരിക്കലും അത്തരത്തിൽ എടുക്കരുത്, നേരെ മറിച്ച് അവർക്കുള്ള ഒരു വലിയ പ്രതിഫലമായിക്കൊണ്ട് നീ അത് മാറ്റിക്കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതെന്നാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും ഇതിൽ ഒരു കോട്ടവും തട്ടുന്നില്ല. ഇത് നേരെ മറിച്ച് റാഫിലുകളായ ആളുകൾ വ്യക്തമായ പ്രമാണങ്ങളെ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. ഇതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫളല് പറയുന്ന ഹദീസിൽപ്പെട്ടതാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു ജയ്ഷിൻ മിൻ ഉമ്മത്തി യഅസൂനൽ ബഹറ ഖദ് ഔജബു. എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി കൊണ്ട് കടലിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ അവർക്ക് വാജിബായി തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാജിബായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് വമഅന ഔജബു, അവിടെ വാജിബായിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഫഅലു ഫിഅലൻ വജബത് ലഹും ബിഹിൽ ജന്ന, അഥവാ അവർ പ്രവർത്തിച്ചിരിക്കുന്നത് സ്വർഗം വാജിബായി തീരുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ്. ഇപ്പൊ ഈ ഒരു സംഭവം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി കൊണ്ട് കടലിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് വാജിബായിരിക്കുന്നു, സ്വർഗം വാജിബായിരിക്കുന്നു എന്നാണ്. ഈ സംഭവം നടന്നിട്ടുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. കാന ബി ഇമാറത്തിഹി റളിയല്ലാഹു അൻഹു, ഈ ഒരു യുദ്ധം നടന്നത്, കടലിലുള്ള ഈ ഒരു യുദ്ധം നടന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഇതുപോലെ തന്നെ മിൻ മനാഖിബിഹി അന്നഹു ഖാലുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന്റെ ഫളലിൽപ്പെട്ടതാണ് അദ്ദേഹം മുഅ്മിനീങ്ങളുടെ ഖാലാണ്, മുഅ്മിനീങ്ങളുടെ മാമയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം മുഅ്മിനീങ്ങളുടെ മാമ, മുഅ്മിനീങ്ങളുടെ അമ്മാവൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം? സുമ്യ ബിദാലിക, അങ്ങനെ അദ്ദേഹത്തിന് പേര് വരാൻ കാരണം ലിഅന്ന ഉഖ്തഹു ഉമ്മു ഹബീബ റംല ബിൻത് അബി സുഫിയാൻ സൗജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അദ്ദേഹത്തിന്റെ സഹോദരിയായ ഉമ്മു ഹബീബ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്ന മുഅ്മിനീങ്ങളുടെ ഖാല്, മുഅ്മിനീങ്ങളുടെ മാമ എന്ന പേര് വരാൻ അദ്ദേഹത്തിന് കാരണമെന്നാണ്. മുഅ്മിനീങ്ങളുടെ അമ്മാവൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമെന്നാണ്, സ്ഥാനപ്പേര് ലഭിക്കാൻ കാരണം. കാല അബൂ യഅല റഹിമഹുല്ല, ഇമാം അബൂ യഅല റഹിമഹുല്ല ഇത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, വയുസമ്മ ഇഖ്വത്തു അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്വാലൽ മുഅ്മിനീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ സഹോദരന്മാരെല്ലാവരെയും അഖ്വാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാമമാർ എന്നാണ് പേര് വിളിക്കാറുള്ളത്. കാരണം നമുക്കറിയാലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ഭാര്യമാരുടെ ആങ്ങളമാര് അവര് മുഅ്മിനീങ്ങളുടെ ഖാലുൽ മുഅ്മിനീൻ, അഖ്വാലുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടുള്ളത്. വലസ്ന നുരീദു അന്നഹും അഖ്വാലുൻ ബിൽ ഹഖീഖ, ഇവിടെ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
യഥാർത്ഥത്തിലുള്ള അഖ്വാലുകളാണ് മാമമാർ എന്നുള്ള ഉദ്ദേശത്തിലല്ല. വഇന്നമാ നുരീദു അന്നകും ഫീ ഹുക്മി അൽ അഖ്വാലി ഫീ ബഅദിൽ അഹ്കാം. നേരെ മറിച്ച് ചില ദീനിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നമ്മുടെ മാമന്മാരുടെ അതേ സ്ഥാനമാണ് ഉള്ളത് എന്ന അർത്ഥത്തിലാണ്. അഥവാ ചില ഹുക്കുമുകൾ, ദീനിന്റെ ചില ഹുക്കുമുകളായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നമ്മുടെ മാമന്മാരുടെ അതേ ഹുക്കുമാണ് വരിക എന്ന അർത്ഥത്തിലാണെന്നാണ്. വഹുവ തഅലീമു ലഹും. യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥാനം അവർക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെ, ഇത്തരം ഒരു സ്ഥാനം ലഭിക്കുക എന്നുള്ളത് തന്നെ അവർക്കുള്ള മഹത്വം ആണ് വ്യക്തമാക്കുന്നത്. അഥവാ അവരൊക്കെ മഹത്വം കൽപ്പിക്കപ്പെടാൻ അർഹരാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് എന്നാണ്. ഇത് ഇമാം അബൂ യഅല റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തൻസീഹു ഖാലിൽ മുഅ്മിനീൻ മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ മിനൽ ദുൽമി വൽ ഫിസ്ഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണിത്. വഖാലൽ ഇമാം അഹ്മദ് റഹിമഹുല്ല, ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, ലാ ഖൂലു ഇന്ന മുആവിയ കാത്തിബുൽ വഹി. ഞാൻ ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹു വഹി എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട ആളായിരുന്നു എന്ന് ഞാൻ പറയുകയില്ല. വലാ ഖൂലു ഇന്നഹു ഖാലുൽ മുഅ്മിനീൻ. മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും മുഅ്മിനീങ്ങളുടെ മാമയാണെന്നും ഞാൻ പറയുകയില്ല, അമ്മാവനാണെന്നും ഞാൻ പറയുകയില്ല. ഫഇന്നഹു അഖദഹ ബിസ്സൈഫി അസബൻ. നേരെ മറിച്ച് ഇത് മുആവിയ റളിയല്ലാഹു അൻഹു അതിക്രമമായിക്കൊണ്ട് മുഅ്മിനീങ്ങൾക്കെതിരെ വാളുമായി തിരിഞ്ഞവനാണ് എന്നുള്ള നിലക്ക് അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇത്തരം ഈ പറഞ്ഞ ആളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹാദാ ഖൗലു സൂഇൻ, ഇത് വളരെ വൃത്തികെട്ട ഒരു സംസാരമാണ്. റദിയ യുജാനബൂന ഹഉലാഇൽ ഖൗം വലാ യുജാലസൂൻ. ഇത്തരം ആളുകളോടൊപ്പം ഒരിക്കലും ഇരിക്കാൻ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശം പറഞ്ഞ് ഇവന്മാരോടൊപ്പം ഒന്നും ഒരിക്കലും ഇരിക്കാൻ പാടില്ല. വനുബയ്യിനു അംറഹും ലിന്നാസ്. ഇവന്മാരുടെയൊക്കെ തനി നിറം എന്താണെന്ന് നാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. ഇവരുടെയൊക്കെ തനി നിറം തുറന്നു കാട്ടും, ജനങ്ങൾക്ക് മുന്നിൽ പിച്ചു ചീന്തുമെന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അതിനോട് പ്രതികരിച്ചതെന്നാണ്. ഇത് ഖല്ലാലിന്റെ അസ്സുന്നയിൽ ഉദ്ധരിച്ചതാണ്. മിൻ മനാഖിബിഹി അന്നഹു അഹദു കുത്താബിൽ വഹി. അപ്പൊ അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഒരു വഹിയെ എഴുതാൻ ചുമതലപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ധാരാളം സഹാബിമാർ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ മുആവിയ റളിയല്ലാഹു അൻഹു വഹിയെ എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട ആളായിരുന്നു എന്നുള്ളത്. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു പറയുന്നത്, കാന മുആവിയ യക്തുബു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വഹിയെ രേഖപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് സിയറു അലാമിൻ നുബലായിൽ ഇമാം ദഹബി ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം ഇമാം അഹമ്മദും ഇതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കാല ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അൻ മുആവിയ. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഹുവ വാഹിദും മിൻ കുത്താബിൽ വഹി. വഹിയെ എഴുതുന്ന ഒരാള് ആയിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. അപ്പൊ ഇത് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത, ശരിയായൊരു ഈമാനൊന്നുമില്ലാത്ത, ദുനിയാവിനെ തേടി നടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇത്തരം ഒരാളെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയായിരുന്നില്ല. അഥവാ വഹി എഴുതുക, അത് ഏറ്റവും വിശ്വസ്തന്മാരെ മാത്രമേ ഏൽപ്പിക്കുകയുള്ളൂ വഹി എഴുതി വെക്കാൻ. ആ ഒരു സ്ഥാനം മുആവിയ റളിയല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്താക്കുന്നത് അദ്ദേഹത്തിന്റെ ഫضل തന്നെയാണ്. അപ്പോ മുആവിയ റളിയല്ലാഹുവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ പോലെയാണ് വഹി വിരൽ ചൂണ്ടുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വിശ്വാസമില്ലാത്ത ഒരുത്തനെയാണ് വഹി എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. ഒരു ഉത്തരവാദിത്തമില്ലാതെ നബി പെരുമാറിയെന്ന് പറയേണ്ടി വരും. വമിൻ മനാഖിബിഹി റളിയല്ലാഹു അൻഹു അന്ന ഉമർ അൽ ഫാറൂഖ് വല്ലാഹു അല ശാം. ഇതിൽ തന്നെ പെട്ടതാണ്, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് അദ്ദേഹത്തെ ഷാമിലെ ഗവർണറാക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും സൂക്ഷ്മതയുള്ള ആളായിരുന്നു. അദ്ദേഹം
അത്തരം മുസ്ലിങ്ങളുടെ ഷാമിൽ ഗവർണറായിട്ട് നിശ്ചയിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫളലാണ് വ്യക്തമാക്കുന്നത്. അഥവാ അതിനുള്ള യോഗ്യത കണ്ടതുകൊണ്ടാണ് അവിടെ ഷാമിൽ ഗവർണറായിട്ട് നിശ്ചയിച്ചത്. വഅഖറഹു ഉസ്മാൻ അലൈഹ മുദ്ദത ഖിലാഫത്തിഹി, അതിനുശേഷം വന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആട്ടെ ഈ ഒരു കാര്യം അംഗീകരിക്കുകയും അദ്ദേഹവും ഇതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്തിന് ഷാമിലെ ഗവർണറായിട്ട് അവിടെ തുടർത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇമാം ഹൈസമി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫളലുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ച് പറയുന്നത് ലഹുവ ദലീലുൻ അലാ ഫളലി മുആവിയ വസ്തിഹ്ഖാഖുഹു ലിഹാദിഹിൽ മൻസില. ഇത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന, അദ്ദേഹത്തിന്റെ യോഗ്യത വ്യക്തമാക്കുന്ന ഒരു തെളിവിൽപ്പെട്ടതാണ്. ഫഅയ്യു ഫളലിൻ ബഅദ ഹാദാ, ഇതിനേക്കാൾ ഇനി എന്തൊരു ശ്രേഷ്ഠതയാണ് ഒരു മനുഷ്യന് വേണ്ടതെന്നാണ്. അഥവാ മുആവിയ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഒരു മാറ്റവും വരാതെ ഒരേ സ്ഥാനത്ത് തന്നെ തുടർന്നു. അത് അദ്ദേഹത്തിനോടുള്ള തൃപ്തിയും അദ്ദേഹം അത്രയും പരിപൂർണമായിട്ട് ആ കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹം ഗവർണറായിട്ട് അവിടെ തുടർന്നത് എന്നാണ്. കാലൽ ഇമാമു ദഹബി റഹിമഹുല്ല, ഇമാം ദഹബി റഹിമഹുല്ല പറയുന്നു, ഹസ്ബുക ബിമൻ യുഅമ്മിറു ഉമർ സുമ്മ ഉസ്മാൻ അലാ ഇഖ്ലീമിൻ. അപ്പോ അദ്ദേഹത്തെ ഗവർണറാക്കി നിശ്ചയിച്ചത് ഒന്നാമതായി ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അതേ സ്ഥാനത്ത് തന്നെ അദ്ദേഹത്തെ നിയോഗിച്ചു. അത് ഒരു പ്രദേശത്തിലേക്ക്, ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഷാമിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പ്രദേശമാണ്, ശത്രുക്കളായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അഥവാ ശത്രുക്കളുടെ കടന്നുകയറ്റവും ഒക്കെ ഏത് സമയത്തും വരാവുന്ന തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു. ആ ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ ഇത്രയും നീണ്ട കാലഘട്ടത്തോളം ഗവർണറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഫളല് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വയഖൂമു ബിഹി അത്തമ്മ ഖിയാമിൻ, അത് ഏറ്റവും പരിപൂർണമായ നിലക്ക് തന്നെ അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്ത ആ പ്രവർത്തികൾ, അദ്ദേഹത്തിന്റെ ചുമതലകൾ അദ്ദേഹം നിറവേറ്റി. വയർലന്നാസു ബിസഖാഇഹി വഹിൽമിഹി, മാത്രമല്ല ജനങ്ങൾക്കും അദ്ദേഹത്തോട് വലിയ തൃപ്തിയായിരുന്നു. ഷാമിലെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആ വിട്ടുവീഴ്ച മനോഭാവം, സ്വഭാവം കൊണ്ടും വളരെയധികം തൃപ്തിയായിരുന്നെന്നാണ്. ഇത് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ അസിയറിൽ ഉദ്ധരിച്ചതാണ്. വമിൻ മനാഖിബിഹി അന്നഹു ഖൈറുൽ മുലൂക്കി, ഇതിൽ തന്നെ പെട്ടതാണ്, അദ്ദേഹത്തിന്റെ ഫദലിൽ പെട്ടതാണ് അദ്ദേഹം ഏറ്റവും നല്ല മുസ്ലിങ്ങളുടെ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ഖൈറായ മലിക്കായിരുന്നു എന്നുള്ളത്. കാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു, വലം യതവല്ലദ് അഹദും മിനൽ മുലൂക്കി ഖൈറൻ മിൻ മുആവിയ, മുആവിയയേക്കാൾ നല്ല ഒരു രാജാവ് ഇസ്ലാമിക ലോകത്ത് പിറന്നിട്ടില്ല. ഫഹുവ ഖൈറു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും നല്ല മലിക്ക്, ഏറ്റവും നല്ല രാജാവ് മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വസീറത്തുഹു ഖൈറു മിൻ സീറത്തി സായിരിൽ മുലൂക്കി ബഅദഹു, അതിനുശേഷം വന്ന എത്ര രാജാക്കന്മാരുണ്ട് അവരെക്കാളെല്ലാം ഏറ്റവും നല്ല ജീവിതം അദ്ദേഹത്തിന്റേതായിരുന്നു, അദ്ദേഹത്തിന്റെ സീറത്തായിരുന്നു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ മിൻഹാജ് സുന്നയിൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണ്. വക്കാല ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ പറഞ്ഞു, വകാനത്ത് സീറത്ത് മുആവിയ മഅ റിയയതിഹി മിൻ ഖിയാരി സിയറിൽ ഉലാത്തി, മുആവിയ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ പ്രജകളുടെയും ചരിത്രം എന്നുള്ളത് ഏറ്റവും നല്ല ചരിത്രത്തിൽപ്പെട്ടതാണ്. ഒരു ഗവർണറുടെയും അതുപോലെ തന്നെ ഒരു രാജാവിന്റെ ഏറ്റവും നല്ല ചരിത്രത്തിൽപ്പെട്ടതാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. വകാന റിയയതുഹു യുഹിബ്ബൂനഹു, അദ്ദേഹത്തിന്റെ പ്രജകൾ അദ്ദേഹത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രജകൾ അദ്ദേഹത്തെ ഒരിക്കലും വെറുത്തിരുന്നില്ല. ഷാമിലെ ആളുകൾക്ക് അദ്ദേഹത്തെ പരിപൂർണ തൃപ്തിയായിരുന്നു. വഖദ് സബത ഫി സ്വഹീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, ഖിയാറു അഇമ്മത്തിക്കും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇമാം, ഏറ്റവും നല്ല നേതാവ്, ഭരണാധികാരി എന്നുള്ളത് അല്ലദീന തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു, വയുഹിബ്ബൂനക്കും, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഇത്തരം ഭരണാധികാരികളാണ്. വയുസല്ലൂന അലൈക്കും, നിങ്ങൾക്ക് വേണ്ടി അവർ നമസ്കരിക്കുന്നു. വതുസല്ലൂന അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങളും നമസ്കരിക്കുന്നു. ഇനിയോ വശിറാറു അയിമ്മത്തിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ഭരണാധികാരികൾ, ഇമാമിങ്ങൾ എന്നുള്ളത് അല്ലദീന തുബഅലൂനഹും വയുബഅലൂനക്കും,
നിങ്ങൾ അവരെ വെറുക്കുന്നു, അവർ നിങ്ങളെയും വെറുക്കുന്നു. വതൽഅനൂനകും വയൽഅനൂനകും, നിങ്ങൾ അവരെ ശപിക്കുന്നു, അവർ നിങ്ങളെയും ശപിക്കുന്നു എന്നുള്ള ഹദീസ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസ് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. അഥവാ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഏറ്റവും നല്ല രാജാവായിരുന്നു, ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് തെളിയിക്കാനാണ്. കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങളെല്ലാം തന്നെ, പ്രജകളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫളിനെയും ശ്രേഷ്ഠതയാണ് വ്യക്താക്കുന്നത്. കാല ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅവ്വലു മുലൂക്കിൽ മുസ്ലിമീന മുആവിയ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ രാജാവ് എന്നുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വഹുവ ഖൈറു മുലൂക്കിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരിയും രാജാവ് എന്നുള്ളതും മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇത് തഹാവിയയുടെ ഷറഹിൽ ഇബ്നു അബ്ദുൽ അസീസ് ഉദ്ധരിച്ചതാണ്. ഇനി സലഫുസ് സ്വാലിഹീങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിയ വാചകങ്ങളാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഇവിടെ എടുത്തു കൊടുക്കുന്നത്. സനാഉസ് സലഫുസ് സ്വാലിഹ് അലാ മുആവിയ. ഖീല ലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ഒരിക്കൽ പറയപ്പെട്ടു, ഹല്ലക ഫീ അമീറുൽ മുഅ്മിനീന മുആവിയ ഫഇന്നഹു മാ ഔതറ ഇല്ലാ ബിവാഹിദ, മുആവിയ റളിയല്ലാഹു അൻഹു എപ്പോഴും വിത്തറാക്കാറുള്ളത് ഒറ്റ റക്അത്ത് കൊണ്ടാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്വാബ, അദ്ദേഹം ശരിയാണ് പ്രവർത്തിച്ചത്, അദ്ദേഹം ചെയ്തത് ശരി തന്നെയാണ്. ഇന്നഹു ഫഖീഹുൻ, നിശ്ചയമായി മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം നല്ല അഗാധ പാണ്ഡിത്യമുള്ള ആളാണ്, സാധാരണക്കാരനല്ല എന്നർത്ഥം. കാരണം വഹി എഴുതി വെക്കുന്ന ആളായത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദീനിലും അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവുമല്ലോ. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. വഖാല അബൂദർദ റളിയല്ലാഹു അൻഹു, അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു അഹദൻ അഷ്ബഹ സ്വലാത്തി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അമീരിക്കും ഹാദാ യാനി മുആവിയ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തോട് ഏറ്റവും സദൃശ്യമുള്ള നമസ്കാരമായി കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ഈ അമീറിന്റെ നമസ്കാരമാണെന്നാണ്. അഥവാ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇത് ഇമാം തൊബ്രാനി ഉദ്ധരിച്ച ഒരു അസറാണ്. അഥവാ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന നമസ്കാരം നമസ്കരിച്ചത് മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു സർട്ടിഫൈ ചെയ്യാണ്. വഖാലൽ ഇമാം മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്-സുഹ്രി, ഇമാം സുഹ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലഖദ് അമില മുആവിയ ബിസീറത്തി ഉമർ ഇബ്നുൽ ഖത്താബ് സിനീൻ ലാ യഖ്റുമു മിൻഹാ ഷൈഅൻ. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവർത്തിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ, അതേ സീറത്തോടു കൂടി തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം നടത്തി. ലാ യഖ്റു മിൻഹാ ഷൈഅൻ, അതിൽ നിന്ന് ഒരു കുറവ് പോലും അദ്ദേഹം വരുത്തിയിട്ടില്ല. അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ നീതിയോടുകൂടി തന്നെ ആയിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണം എന്നായിരുന്നു. വദുഖിറാനി ഇൻദൽ അഅ്മശ് റഹിമഹുല്ലാഹ്, ഇമാം അഅ്മശിൻ അദ്ദേഹത്തിന്റെ അടുക്കല് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ നീതിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നല്ല ഭരണത്തെക്കുറിച്ചും ഒരിക്കൽ പറയപ്പെട്ടു. അപ്പോ ഇമാം അഅ്മശ് റഹിമഹുല്ലാഹ് ചോദിച്ചു, ഫകൈഫ ലൗ അദ്റക്തും മുആവിയ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണകാലം തന്നെ നിങ്ങൾക്ക് ഇത്രയും മെച്ചപ്പെട്ടതായി തോന്നിയെങ്കിൽ നിങ്ങളങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഭരണകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്താകുമായിരിക്കും പറയുക? കാലു യാ അബാ മുഹമ്മദ് യാനി ഫി ഹൽമിഹി. അപ്പോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ ഉത്തമനാണ് മുആവിയ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ച സ്വഭാവത്തില് ഹെൽമിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ ഉത്തമനാണെന്നാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ കാല അഅ്മശ് റഹിമഹുല്ലാഹ് പറയാണ്, അല്ല, ഞാൻ വിട്ടുവീഴ്ചയുടെ കാര്യത്തിലല്ല ഉദ്ദേശിച്ചത്, വല്ലാഹി ബൽ ഫി അദ്ലിഹി, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ നീതിയുടെ കാര്യത്തിലായിരുന്നെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ നീതിയുള്ള ഭരണമായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റേത് എന്നർത്ഥം. ഇത് ഖല്ലാൽ അദ്ദേഹത്തിന്റെ അസ്സുന്നയിൽ ഉദ്ധരിച്ചതാണ്. വഖീല ലി അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാഹയോട് പറയപ്പെട്ടു, മാ തഖൂലു ഫി മുആവിയ ഹൽ ഹുവ ഇൻദക അഫ്ളലു മിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്.
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ മുആവിയയാണോ ഏറ്റവും ഉത്തമൻ താങ്കളുടെ പക്കൽ എന്ന് ഇബ്നു മുബാറക്കിനോട് ചോദിക്കപ്പെട്ടു. അപ്പോ ഫഖാല ലതുറാബുൻ ഫീ മിൻഖറൈ മുആവിയ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ ഔ അഫ്ളൽ മിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാകാൻ, അദ്ദേഹത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കാൻ അവസരം ലഭിച്ച മുആവിയയുടെ മൂക്കിൻ തുമ്പത്തെ മണൽത്തരികൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ ഉത്തമമാണെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ ഫളല് മുആവിയയുടെ കേവലം മൂക്കിൻ തുമ്പത്തുള്ള മണൽത്തരികൾക്കുണ്ടെന്നാണ് ഇബ്നു മുബാറക് റഹിമഹുല്ല മറുപടി പറഞ്ഞത്. ഇത് താരീഖു ദിമഷ്കിൽ ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചതാണ്. ഫഉമർ ഇബ്നു അബ്ദുൽ അസീസ് മഅ ജലാലി ഖദ്രിഹി വഇൽമിഹി വസുഹദിഹി വഅദലിഹി ലാ യുകാസു ബി മുആവിയ. ഇപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇത്രക്കധികം ഫളലുള്ള വളരെയധികം നീതിയുള്ള ആളായിട്ട് കൂടി, എന്നിട്ട് പോലും മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് താരതമ്യപ്പെടുത്താൻ പോലും അദ്ദേഹം ഇല്ല എന്നാണ്. ലിഅന്ന ഹാദാ സ്വഹാബിയുൻ. അതിന് കാരണം മുആവിയ എന്ന് പറയുന്നത് അദ്ദേഹം സഹാബിയാണ്. വദാക താബിഈൻ. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നുള്ളത് താബിഈ മാത്രമാണ്. വലഖദ് സഅല റജുലുൻ അൽ മുആഫ ഇബ്നു ഇമ്രാൻ അൽ അസ്ദി. മുആഫ ഇബ്നു ഇമ്രാൻ അൽ അസ്ദി റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, യാ അബാ മസ്ഊദ് ഐന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മുആവിയ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കുറിച്ചും മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ചും ചോദിക്കപ്പെട്ടു. അഥവാ ഉമർ ഇബ്നു അസീസ് മുആവിയ റളിയല്ലാഹുവിനേക്കാൾ ഉത്തമനാണെന്നുള്ള നിലക്ക് സംസാരിക്കപ്പെട്ടപ്പോ ഫഗളിബ, അദ്ദേഹം കോപിച്ചു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യൗമു മിൻ മുആവിയ അഫ്ളലു മിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉംറഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു ദിവസം എന്നുള്ളത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മൊത്തം ആയുസ്സിനേക്കാൾ ഉത്തമമാണെന്നാണ്. അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരൊറ്റ ദിവസം മതി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ജീവിച്ച മൊത്തം കാലഘട്ടത്തെയും കവച്ചു വെക്കാനെന്നാണ്. അത്രയ്ക്കും ഖൈർ നിറഞ്ഞ ആളായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. സുമ്മൽതഫത ഇലൈഹി. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ആ മനുഷ്യനിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, തജ്അൽ റജുലൻ മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസല റജുലിൻ മിന താബിഈൻ. കേവലം താബിഈയായ ഒരാളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയെ നീ സദൃശ്യപ്പെടുത്തുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് ഇമാം ആജൂരി അദ്ദേഹത്തിന്റെ അശ്ശരിയയിൽ ഉദ്ധരിച്ചതാണ്. വസുഇല അൽ മുആഫ ഇബ്നു ഇമ്രാൻ അൽ അസ്ദി റഹിമഹുല്ലാ. മുആഫ ഇബ്നു ഇമ്രാൻ അൽ അസ്ദി റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, മുആവിയ അഫ്ളൽ അം ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മുആവിയയാണോ അതല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന മുആവിയ അഫ്ളലു മിൻ 600 മിസ്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലുള്ള 600 പേരെക്കാൾ ഉത്തമൻ മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇത് ഇമാം ഖല്ലാൽ അദ്ദേഹത്തിന്റെ അസ്സുന്നയിൽ ഉദ്ധരിച്ചതാണ്. ഇനി അവസാനമായിക്കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തുഹു റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വഫാത്തിനെ കുറിച്ചാണ്. യസ്കുറു ലനാ അൽ ഇമാം മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ അൽ അഹ്ലാത്ത് അൽ അഖീറ ഫി ഹയാത്തി മുആവിയ റളിയല്ലാഹു അൻഹു. ഇമാം മുഹമ്മദ് ഇബ്നു സീരീൻ അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ജഅല മുആവിയ ലമ്മ ഇഹ്തളറ യലഉ ഖദ്ദൻ അലൽ അർളി സുമ്മ യുഖല്ലിബു വജ്ഹഹു. അദ്ദേഹത്തിന്റെ കവിൾ ഭൂമിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം ഇട്ട് തിരിക്കുന്നുണ്ട്. വയലഉൽ ഖദ്ദൽ ആഖർ യബ്കി വയഖൂൽ. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം കണ്ണീർ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക്. അല്ലാഹുവേ, നീ നിന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നിശ്ചയമായും ശിർക്കല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുമെന്ന് സൂറത്തു നിസാഇന്റെ 48-ാമത്തെ ആയത്ത്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഫജഅൽനി ഫീമൻ തശാ അൻ തഗ്ഫിറ ലഹു. അതുകൊണ്ട് തന്നെ അല്ലാഹുവേ, അത്തരത്തിൽ നീ പുറത്തു തരാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണമേ. സുമ്മ തമസ്സല ബിഹാദൽ ബൈത്ത്. അതിനുശേഷം അദ്ദേഹം ഒരു ചെറിയ കവിത പാടിയെന്നാണ്. ഹുവൽ മൗതു ലാ മൻജാ മിനൽ മൗതി. അതെ, മരണം എന്നുള്ളത് അതിൽ നിന്ന് യാതൊരു രക്ഷയുമില്ല. വല്ലദീ നുഹാദിറു ബഅദൽ മൗതി അദ്ഹാ വ അഫ്ലഹു. എന്നാൽ അതിനേക്കാൾ ഭീകരമായത് ആ മരണത്തിന് ശേഷമുള്ളതാണെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഒരു കവിതാശകലം പാടിയെന്നാണ്. അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥന തുറന്നുകൊണ്ടിരുന്നു.
അല്ലാഹുമ്മ വഅഫു അനിസ്സല്ല, അല്ലാഹുവേ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അതിനെ തൊട്ട് നീ പുറത്തു തരണമേ. വതജാവസ് ബിഹിൽമിക അൻ ജഹ്ലി മൻ ലൻ യർജഅ ഗൈറക, നിന്റെ മഹത്തായ വിട്ടുവീഴ്ച കൊണ്ട് നീ എനിക്ക് നിന്നെയല്ലാതെ വേറെ ഒരാളുമില്ലാത്ത ഈ എനിക്ക് നീ വിട്ടുതരണമേ എന്നുള്ള നിലക്ക് അദ്ദേഹം ധാരാളമായി കൊണ്ട് അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകി എന്നാണ്. സുമ്മ ഉൾമിയ അലൈഹി, അങ്ങനെ അദ്ദേഹത്തിന് അല്പം കഴിഞ്ഞപ്പോൾ ബോധക്ഷയം സംഭവിച്ചു. സുമ്മ അഫാഖ, അല്പശേഷം അദ്ദേഹം പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റു, അദ്ദേഹത്തിന് വീണ്ടും ബോധം വന്നു. ഫഖാല ലി അഹ്ലിഹി, അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് ഒരു അവസാന വസിയത്ത് എന്നുള്ള നിലക്ക്, അവസാന വാക്കുകൾ എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇത്തഖുല്ലാഹ് ഫഇന്നല്ലാഹ തആല ലാ യഖീ മൻ ഇത്തഖാഹു ഫഇന്നല്ലാഹ തആല യഖീ മൻ ഇത്തഖാഹു വലാ യഖീ മൻ ലാ യത്തഖി. അദ്ദേഹം പറയുകയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നല്ലാഹ തആല യഖീ മൻ ഇത്തഖാഹു, ആ അല്ലാഹുവിനെ സൂക്ഷിച്ച ആരൊക്കെയുണ്ട് അവനെ അല്ലാഹുവും സംരക്ഷിക്കും. വലാ യഖീ മൻ ലാ യത്തഖി, ഒരിക്കലും അവനെ സൂക്ഷിക്കാത്തവനെ അല്ലാഹു തആല ഒരിക്കലും സംരക്ഷിക്കുകയില്ല. ഈ ഒരു വാക്ക് പറഞ്ഞ് അദ്ദേഹം സുമ്മമാത്ത, അതോടുകൂടി അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നതാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ദമസ്കസിലായിരുന്നു. ഫി റജബ് ഹിജ്റ വർഷം 60 റജബ് മാസത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എന്നാണ്. ഇത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അൽ ബിദായത്തു വന്നിഹായിൽ ഉദ്ധരിച്ചതാണ്. വഖിതാമൻ, ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്നു, അവസാനമായി കൊണ്ട്, ഇന്നി വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നി ലമുഅ്തസുൻ വമുഫ്തഖിറുൻ ബിഹബ്ബി വദിഫാഇ അൻ മുആവിയ റളിയല്ലാഹു അൻഹു വഅൻ കുല്ലി അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹത്തിനെ എതിരിടുന്ന ആളുകളോട്, അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളതും, അദ്ദേഹത്തെ എല്ലാ തരത്തിലുള്ള ഇത്തരം വിഡ്ഢികളുടെ സംസാരങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതിലും എനിക്ക് ഇസ്സത്താണുള്ളത്. അതെനിക്ക് എന്റെ ഫഖറിന് കാരണമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് ഷെയ്ഖ് ഹഫിളഹുല്ല പറയുകയാണ്. അങ്ങനെ ഷെയ്ഖ് ഹഫിളഹുല്ല ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.